ഈ കുടുംബ പ്രേക്ഷകർക്ക് എന്ന് ഇഷ്ടപ്പെട്ടതാണ് ഉപ്പും മുളകും. അതെന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അതുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക പീഡന ആരോപണം വരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെ നടന്മാരെ കുറിച്ചാണല്ലോ. ആ ശ്രീകുമാറും അതോടൊപ്പം തന്നെ ബിജു ബിജു സോമൻ. സോപാനത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വലിയൊരു ഭൂകമ്പം ഇതിനു മുമ്പ് നടന്നിട്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ ഭൂകമ്പമാണ് നടന്നത്. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സീരിയൽ മേഖലയും പിടികൂടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഈ ലൈംഗിക അതിക്രമ പരാതി പറയുന്നതിന് മുന്നേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം മലയാള ചലച്ചിത്ര സിനിമയെ തന്നെ ഏറ്റവും ഞെട്ടിച്ച റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് നടന്മാർക്കെതിരെ, അതായത് സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ വരെ ലൈംഗിക അതിക്രമ കേസുകൾ ഉയർന്നു വന്നിരുന്നു. മറ്റ് ഇൻഡസ്ട്രികൾക്ക് മുന്നിൽ മലയാളം ഇത്രയും തരം താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കുമായിരുന്നു മറ്റ് നാഷണൽ മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് നടന്മാരെ ആണെങ്കിലും നടിമാരെ ആണെങ്കിലും അധിക്ഷേപിക്കുന്നതും നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും അങ്ങനെ തുടങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായത് അറിയാം. അതായത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയും പ്രമുഖ സൂപ്പർ സ്റ്റാറുമായിട്ടുള്ള സിദ്ദീഖിനെതിരെയും ജയസൂര്യ, പിന്നീട് നിവിൻ പോളിക്കെതിരെ ഈ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചത് പിന്നീട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. നിവിൻ പോളിക്ക് ജാമ്യം ലഭിച്ചു. അങ്ങനെ അതൊരു ഫേക്ക് കേസായിരുന്നു. പിന്നീട് അപ്പോഴേക്കും ആരോപണം വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് വിഷയമുണ്ടല്ലോ. അങ്ങനെ കള്ളമായ ആരോപണം ഉന്നയിക്കുക, ആ സ്ഥലത്ത് തന്നെ ഇല്ലാതിരുന്ന നിവിൻ പോളിയുടെ പേരിൽ അത്തരം ഒരു ആരോപണം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഈ ഒറിജിനൽ ഇരകൾ ഇതിലൂടെ യഥാർത്ഥ പ്രതികൾ ഇതിലൂടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് സത്യമാണോ തെറ്റാണോ എന്ന്. പ്രത്യേകിച്ച് ഈ ബിജു സോപാനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ വലിയ ഇതിനു മുൻപൊന്നും അങ്ങനെ ആരോപണങ്ങളിൽ പെടുന്ന ആളല്ല. ഈ കുടുംബ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ജനകീയ മുഖമാണ് അദ്ദേഹം. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളെല്ലാം ഈ അദ്ദേഹത്തിന് അനുകൂലമായാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇല്ലെന്നും അങ്ങനെ വീഴാത്തൊരാളാ മനുഷ്യനാണെന്ന രീതിയിലാണ് പലരും അഭിപ്രായം പറയുന്നത്. എന്തായാലും അത് നിയമമാണല്ലോ, ഇനി പോലീസാണ് അതിലൊരു കൃത്യത പറയാനുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അല്ല അത് കമന്റിലൂടെ വിലയിരുത്തുന്നില്ല. എന്നാലും ജനങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ്, ജനങ്ങൾ ഇതുമായി ഉള്ള പ്രതികരണമാണ് പറഞ്ഞത്. എന്തായാലും ആ കേസ് മുന്നോട്ട് പോയി പോലീസ് കണ്ടെത്തട്ടെ. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഹേമ കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ അതായത് ആരോപണങ്ങളുമായി അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് നടിമാരാണ് കൂടുതൽ രംഗത്ത് വന്നത്. പിന്നീട് ജയസൂര്യക്കെതിരെ ഒരു നടി കേസ് കൊടുത്തായിരുന്നു. ജയസൂര്യക്ക് മുകേഷിനുമെതിരെ ഒരു നടി കേസ് കൊടുത്തായിരുന്നു. അതും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നീട് ഈ നടി കേസ് പിൻവലിക്കുകയായിരുന്നു. അപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആ ഒരു വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു സമൂഹത്തിന് മുന്നിൽ. അതായത് ഇങ്ങനെ നടികൾ കള്ളം പറഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയല്ലേ. അപ്പോൾ ഇങ്ങനെ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണം നടത്തിയ നടിക്കെതിരെയും ചിലപ്പോൾ സൈബർ അറ്റാക്കുകൾ വന്നു കാണാം. കാരണം 8 വർഷത്തോളമായി എനിക്ക് തോന്നുന്നു 8 വർഷത്തോളമായി ഇവർ ഇക്കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല. അതായത് ഹൈക്കോടതിയിൽ ഈ ചോദ്യമാണ് അവരോട് ചോദിച്ചത്, എന്തുകൊണ്ട് 8 വർഷമായി താങ്കൾ മൗനം പാലിച്ചു? കാരണം അവർക്കൊന്നുകൊണ്ട് പേടിയായിരിക്കാം. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ ഈ നടിമാർ അല്ലെങ്കിൽ വ്യാജ പരാതികൾ കൊടുക്കുമ്പോൾ ഒറിജിനൽ പരാതി കൊടുക്കുന്ന നടിമാരെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതായത് അവരും ചിലപ്പോൾ കള്ള പരാതി നൽകുകയാണെന്ന്. ഇനി നമുക്ക് ബിജു സോപാനത്തിന്റെ കേസിലേക്ക് വരാം. അതായത് ഉപ്പുമുളകം എന്ന് പറയുന്നത് അതായത് മലയാളികൾ എല്ലാവരും കാണുന്ന ഒരു ഫേവറേറ്റ്, അതായത് ഫേമസ് ആയിട്ടുള്ളൊരു ഷോയാണ് അല്ലെങ്കിൽ ഒരു സീരിയലാണ് ഉപ്പുമുളകം. അത് ഫ്ലവേഴ്സിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഉപ്പുമുളകം ആദ്യ സീസൺ, അതായത് ലച്ചുവിന്റെ കല്യാണം, ഞാനൊരു സ്ഥിരം പ്രേക്ഷകയായിരുന്നു ഉപ്പുമുളകിൻ്റെത്. അപ്പോൾ ലച്ചുവിന്റെ കല്യാണത്തിന് ശേഷം അധികം റേറ്റിംഗ് ഒന്നും ഉപ്പുമുളകിന് ഇല്ലായിരുന്നു. പിന്നീട് അത് നിർത്തി. പിന്നീട് ഈ കാണികളുടെ ആവശ്യപ്രകാരമാണ് ഉപ്പുമുളകിന് 2ാം ഭാഗം ഫ്ലവേഴ്സ് കൊണ്ടുവരുന്നത്. പക്ഷെ അത് ഒരുപാട് മാറ്റത്തോടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടുതലും ഈ ഉപ്പുമുളകിനെ സ്നേഹിച്ചവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഒരുപാട് മാറ്റങ്ങളാണ്. അതിൽ നിന്ന് ഒരുപാട് നടന്മാർ പിണങ്ങിപ്പോയിരുന്നു. മുടിയനൊക്കെ അതിൽ നിന്ന് പിണങ്ങിപ്പോയായിരുന്നു. പിന്നീട് ഇതിന്റെ ആദ്യത്തെ സംവിധായകന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഇതിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് പിന്നീട് വേറൊരു സംവിധായകനാണ് ഉപ്പുമുളക് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തത്.
അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉപ്പുമുളകിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഉപ്പുമുളകിനൊരു ഒരു താഴ്ന്ന നിലവാരമായിരുന്നു, പിന്നീട് വീണ്ടും ഉയർന്നു വന്നു. ഇപ്പോഴിതാ ഉപ്പുമുളകിലെ പ്രധാന ക്യാരക്ടേഴ്സാണ് ബിജു സോപാനവും ശ്രീകുമാർ. അതായത് ബിജു സോപാനം എന്ന് പറയുന്ന ബാലു എന്ന ക്യാരക്ടറാണ്. ബാലു എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിൽ ഇത്രയും ഒരു ഇടം പിടിക്കാൻ കാരണം ബിജു സോപാനത്തിൻ്റെ ആക്ടിങ് തന്നെയാണ്. പിന്നെ ശ്രീകുമാർ, അതായത് നടിയുടെ, അതായത് എനിക്ക് തോന്നുന്നു ഈ ബാലുവിൻ്റെ ഭാര്യയുടെ അഭിനയിച്ച അവരുടെ സഹോദരനായിട്ടാണ് ശ്രീകുമാറിൻ്റെ എൻട്രി. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ബിജു സോപാനത്തിന് മുന്നേ ഒന്നും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതി അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടുള്ള ഒരു മോശമായ പെരുമാറ്റം ഒന്നും ഇതുവരെ ആയിട്ട് ഒരു കേസോ അങ്ങനെയൊന്നും ബിജു സോപാനത്തിനെതിരെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുന്നേ വരായിരുന്നു. കാരണം ഇപ്പോൾ ഈ സമൂഹ മാധ്യമം, അതായത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയതിന് ഉപ്പുമുളകിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നിൽ പ്രീ ഷൂട്ടിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കും ബിജു സോപാന എത്രത്തോളം നല്ലതായിട്ടാണ് ഫീമെയിൽ ആർട്ടിസ്റ്റിനോടാണെങ്കിലും മെയിൽ ആർട്ടിസ്റ്റിനോടാണെങ്കിലും പെരുമാറുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമണം പരാതി വന്നിരിക്കുന്നത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. പിന്നീട് ഈ ശ്രീകുമാർ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ, ആർക്കെങ്കിലും എതിരെ നമുക്കൊരു വൈരാഗ്യമുണ്ടെങ്കിൽ ഇത്തരം പരാതിയിലൂടെ ഒതുക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഇപ്പൊ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ കണ്ടിരുന്നു. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പരാതി വന്നു. പിന്നീട് അത് പോലീസ് കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു. തെളിവുകൾ അദ്ദേഹം തന്നെ പുറത്തു വിടുകയാണ്. കാരണം ഈ പോലീസ് അന്വേഷിക്കും മുൻപ് തന്നെ അദ്ദേഹം പുറത്തു പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, മറ്റൊരു സ്ഥലത്ത് സപ്പോർട്ട് ചെയ്ത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള നടന്മാർ രംഗത്ത് വന്നു. അല്ല, അങ്ങനെ അതുമായി നാം താരതമ്യം ചെയ്യുമ്പോൾ ഇതും അത്തരത്തിലൊരു വ്യാജ പരാതിയാകാനാണോ സാധ്യത? കാരണം ഇത് മറ്റൊരു കാര്യമാണ്, ഇതിൽ ഒരു നടനെതിരെയാണ് ഈ പീഡന പരാതി ഉള്ളത്, അതോടൊപ്പം മറ്റൊരു നടൻ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വസ്തുത കാണുമോ? വസ്തുത കാണുമോ എന്ന് നമുക്കറിയില്ല. കാരണം പോലീസ് അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്കിതിലൊരു വ്യക്തമായ ഉത്തരം കിട്ടുന്നുള്ളൂ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ സീരിയലും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരിയൽ എന്ന് പറയുന്ന എൻഡോസൾഫാനെ പോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. അദ്ദേഹവും ഈ സീരിയൽ മേഖലയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ ആയിരക്കണക്കിന് പേർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. ഉപജീവന മാർഗമായി ജീവിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ഇതിലൂടെ ഉണ്ടാകും. ഇത്തരം പ്രസ്താവനകളിലൂടെയും അങ്ങനെ സീരിയൽ നിർത്തലാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും ഈ സീരിയൽ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നവർക്ക്. അതെ, ചിലപ്പോൾ നമുക്കറിയില്ല, സീരിയൽ രംഗത്ത് നമ്മളൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ സീരിയൽ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഈ അധിക്ഷേപങ്ങളും അതായത് ലൈംഗിക അതിക്രമ കേസുകളൊക്കെ പുറത്തു വന്നിരിക്കാം. ഈ അതായത് മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുപോലെ തന്നെ ഇപ്പോൾ ബിജു സോപാനത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിജു സോപാനവും PR ശ്രീകുമാറും ഇവർ രണ്ടുപേർക്കും എതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരാൾ, അതായത് സീരിയൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ്. അതായത് ഈ നടിക്കെതിരെ ലൈംഗിക അതിക്രമം, നടി ഈ സീരിയലുള്ള ഒരാൾ തന്നെയാണ്, പ്രമുഖ ആൾ തന്നെയാണ്, നടിയുടെ പേര് പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഈ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരാൾ ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ഈ രണ്ട് കേസും പീഡനത്തിൻ്റെ വകുപ്പിൽ തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച SIT ആണ് ഇതും അന്വേഷിക്കുക. അപ്പോൾ പോലീസ് ഇതിൽ എത്രത്തോളം അന്വേഷണം, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ബിജു സോപാനവും ശ്രീകുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഒരു കെട്ടിച്ചമച്ച കുറ്റമാണോ അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്താൽ തന്നെ പലരുടെയും മുഖങ്ങൾ, അതായത് ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനെ തന്നെ ഏറ്റവും ഉദാഹരണമായി എടുത്താൽ അദ്ദേഹം ഈ ഒരു ലൈംഗിക അതിക്രമം, അതായത് റീനു എന്ന് പറയുന്ന നടി ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഒന്നും മിണ്ടിയില്ലായിരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടില്ല. ഇപ്പോൾ നിവിൻ പോളി സ്വയമേയാണ് എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് മാധ്യമങ്ങളെ വിളിച്ചിരുത്തി മുന്നിൽ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ലായിരുന്നു. ജയസൂര്യ പിറ്റേന്ന് വരെ ദുബായും മറ്റു രാജ്യത്ത് എവിടെയൊക്കെ പോയതിനു ശേഷം ഈ സംഭവമൊക്കെ ഒന്ന് ആള് കത്തിയതിനു ശേഷം അല്ലെങ്കിൽ അണഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം തിരിച്ച് കേരളത്തിലെത്തുന്നത്. പിന്നീടാണ് ഈ റീനു എന്ന് പറയുന്ന നടി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ജയസൂര്യ പ്രതികരിക്കുന്നത്. അപ്പോഴും എല്ലാവരും ജയസൂര്യക്ക് എതിരെയായിരുന്നു.
അപ്പോൾ ബിജു സോപാനത്തിൻ്റെയും ശ്രീകുമാറിനെതിരെയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും എതിരെ നേരത്തെ ലൈംഗിക അതിക്രമ പരാതികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ശ്രീകുമാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം തൻ്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന്. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും, അതായത് അവരെ എങ്ങനെയാണ് സമൂഹത്തിന് മുന്നിൽ, അതായത് ഒരു ലൈംഗിക അതിക്രമം എന്ന രീതിക്കാണ് അവരെ സമൂഹത്തിന് മുന്നിൽ ആ നടി എത്തിച്ചത്. അപ്പോൾ അതിനെതിരെ അവർക്ക് കോമ്പൻസേഷനോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഇത് തന്നെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം.